രാജീവ് ചന്ദ്രശേഖരൻ്റെ മനംമാറ്റം നിലമ്പൂരിൽ ഏത് തരത്തിലുള്ള ചലനമായിരിക്കും ഉണ്ടാക്കുന്നത്? രാജീവിൻ്റെ മനംമാറ്റം എന്നല്ല, ഞാൻ മനസ്സിലാക്കിയ രാജീവിൻ്റെ നിലപാട് മത്സരിക്കേണ്ടതെന്ന് തന്നെയാണ്. രാജീവ് അങ്ങനെ എന്തെങ്കിലും കേട്ടും മനം മാറ്റുന്ന ഒരു വ്യക്തിയല്ല, വ്യക്തി എന്ന രീതിയിൽ. ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രഷർ ഉണ്ടായിരുന്നു രാജീവിന് വേണ്ടി. അത് കേരളത്തിലുള്ള മത്സരിക്കണമെന്ന് വിചാരിക്കുന്ന നല്ലൊരു വിഭാഗമുണ്ട്, അവരവിടെ പ്രഷറൈസ് ചെയ്തു. അപ്പം പ്രഷറൈസ് ചെയ്ത ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം പിന്നെ രാജീവിന് മോളെന്ന് പറഞ്ഞ് രാജീവിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് അതോറിറ്റി അമിത്ഷാ ആൻഡ് മോഡിയാണ്. അപ്പം അവിടെ നിന്ന് പറഞ്ഞ പിന്നെ രാജീവിന് ചെയ്താലേ പറ്റുള്ളൂ. അത് സുരേഷാന്ന് തോന്നുന്നു മെമ്പർഷിപ്പ് കൊടുത്തത്, അത് രാജീവും അല്ല. അപ്പോൾ അത് രാജീവിൻ്റെ മനംമാറ്റമല്ല, പാർട്ടിയുടെ മനംമാറ്റമാണ്. പാർട്ടിക്ക് പണ്ടേ മത്സരിക്കണമെന്നായിരുന്നു, രാജീവിന് മാറ്റമൊന്നുമില്ല. പിന്നെ രാജീവ് പാർട്ടിയുടെ തീരുമാനം രാജീവ് അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് രാജീവ് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ദിവസം കൊണ്ടൊരു തീരുമാനം, എൻ്റെ തീരുമാനം തന്നെ ഉറച്ചു വെക്കണമെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാവും. കാരണം രാജീവിനോട് വേരുകളില്ലാത്തതാണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിനെതിരെ ഏറ്റവും വലിയ ആയുധം അതായിരിക്കും, അവിടെ മത്സരിച്ചില്ലെന്നോ. അതുകൊണ്ട് അദ്ദേഹം അത് വേണ്ട, ഇവർ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹത്തെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ മാറ്റമില്ല, മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാറ്റം. പക്ഷേ ആ തീരുമാനം പാർട്ടി പറഞ്ഞിട്ട് പാർട്ടിക്കാരെങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് നടന്നോട്ടെ എന്ന് വിചാരിച്ചു. അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഇനിയിപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി വന്നിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ അവർ ചൂസ് ചെയ്ത സ്ഥാനാർത്ഥിയുടെ സമുദായം കൊള്ളാം. കാരണം ക്രിസ്ത്യൻ വീടുകൾ കൂടുതൽ BJPയുടെ പേരും BJP നേതാക്കന്മാരുടെ പേരും റെസൊണേറ്റ് ചെയ്യുന്നത് ഭാവിയിൽ അവർ കാണുന്ന ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിന് ഗുണം ചെയ്യും. ഹിന്ദുത്വ ക്രിസ്ത്യൻ ഐക്യത്തിന് അത് ഗുണം ചെയ്യും കൂടുതൽ. കാരണം മാർത്തോമാ സഭയിൽ അവർക്ക് ആരും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, ബാക്കി എല്ലാ സഭയിലും അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. മാർത്തോമാ സഭയിൽ നിന്ന് ഒരാളെ കിട്ടിയത് അവർക്ക് അത് ഗുണം ചെയ്യും. ഇതേ ഇലക്ഷൻ എത്ര വോട്ട് ഇടിക്കും എന്നുള്ളൊക്കെ വേറെ കാര്യം. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു മാർഗമായിട്ട് വന്നു. അപ്പം തന്നെ നോബിൾ മാത്യു ഉണ്ട്, പിന്നെ ഇദ്ദേഹമുണ്ട്. ഇദ്ദേഹമാണെങ്കിൽ നമ്മുടെ കുര്യനാണെങ്കിൽ നല്ല മിനിസ്റ്ററാണ്, എല്ലാവർക്കും പൊതുവെ. പിന്നെ PC ഉണ്ട്, PC ഉണ്ട്, ഷോൺ ഉണ്ട്, അനിൽ ആന്റണി ഉണ്ട്, ജേക്കബ് തോമസ്. അനിൽ ആന്റണിയെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യം. പിന്നെ PCയുടെ ബ്ലോക്കായിട്ട് നിൽക്കുകയുള്ളൂ. അനൂപ് ആന്റണി ഉണ്ട്. ജേക്കബ് തോമസിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജേക്കബ് തോമസിനെ ഇവർ ഉപയോഗിക്കണ്ടേ. ഇപ്പം രാജീവ് ഉപയോഗിക്കുന്നു വിചാരിക്കും, ജേക്കബ് തോമസിനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫിഗറാണ്, തൃശ്ശൂരും കൂടിയാണ്. ഭാരതത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഒരു പ്രഷർ വന്ന സ്ഥിതിക്ക് രാജീവ് പറഞ്ഞ സ്ഥാനാർത്ഥി കൊള്ളാന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനെ അയാളെ പേഴ്സണലി എനിക്ക് അറിയുന്നില്ല, കൂറുമാറി വന്നവരാണ്. പക്ഷേ അത് BJP അത് ഗുണം ചെയ്യും. ഏതായാലും സ്ഥാനാർത്ഥി വേണം. എങ്കിലും ഏതെങ്കിലും നായരെ അവർ അവനെ പിടിച്ച് നിർത്തിയിട്ട് കാര്യമല്ലല്ലോ. ഒരു ക്രിസ്ത്യാനിയെ പിടിച്ച് നിർത്തിയാൽ അവർ കുറച്ചുകൂടി ക്രിസ്ത്യൻ വീടുകളിൽ BJP ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ സ്വീകാര്യമാക്കപ്പെടുകയും ചെയ്യും. അല്പം ക്രൈസ്തവ വോട്ടുകളുണ്ട് നിലമ്പൂർ. കുറച്ചുണ്ട് അവിടെ. 10-13% ഉണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ. ഒരു 25,000 വോട്ടെങ്കിലും ഉണ്ട്. പക്ഷെ അത് ഇവർക്ക് ദോഷം ചെയ്യത്തില്ലേ? അത് UDFന് ദോഷമാകാൻ സാധ്യതയുണ്ട്. കാരണം ഇദ്ദേഹം UDFന്റെ ഭാഗമായിരുന്നല്ലോ. ഇനി UDFന്റെ ഇപ്പോൾ ആളുകൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഇപ്പം ഇവിടെ ഉണ്ടല്ലോ പാലക്കാട് ഇലക്ഷനിൽ ക്രിസ്ത്യാനികൾ എടുക്കേണ്ട സ്റ്റാൻഡ് BJPക്ക് അനുകൂലമായിരുന്നു. പക്ഷെ അവരെടുത്തിട്ടില്ല. കാരണം അവിടെ വേറെ രീതിയിലാണ് ഇലക്ഷൻ വന്നത്. പക്ഷേ അങ്ങനെ എടുത്തിട്ടില്ല. ഇവിടെ ഇപ്പം അങ്ങനെ ഒരു സ്റ്റാൻഡ്, കോൺഗ്രസിനെതിരെ സ്റ്റാൻഡ് എടുത്തിട്ടില്ലെങ്കിൽ പോലും BJPക്ക് ഒരു പാർട്ടി എന്ന രീതിയിൽ ഗുണമാണ്. കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു അയിത്തം പതുക്കെ ഇല്ലാതാവാൻ അത് സഹായിക്കും. അതാണ് ഒരു വലിയൊരു കാര്യം. അപ്പം ഇനിയിപ്പോൾ ഇയാൾ വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാകുന്ന സാധനമാണ്. കോൺഗ്രസിനാണ് അവിടെ ആ മേഖലയിൽ കൂടുതൽ സ്വാധീനമുള്ളത്. ക്രിസ്ത്യൻസിനിടെ കൂടുതൽ സ്വാധീനമുള്ള കോൺഗ്രസിനാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവിടെ ഈ അൻവർ മത്സരിക്കുന്നതിന് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അയാളെതിരെ 5000 വോട്ടിന് തോറ്റൊരു ക്രിസ്ത്യാനിയായിരുന്നു, കോളേജ് കോഴ്സായിരുന്നു. എനിക്ക് ഇയാളുടെ കൂടെ തന്നെ പഠിച്ചതാണെന്ന് തോന്നുന്നു, ഇപ്പോൾ ഈ മത്സരിക്കുന്ന ആളുടെ കൂടെ. അപ്പം അങ്ങനെ അവിടേക്കും കുറച്ച് വോട്ടുണ്ട് അവിടെ. പക്ഷേ പ്രധാനമന്ത്രി കോൺഗ്രസ് വോട്ടാണ്. വോട്ട് മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ബൈ ഇലക്ഷനാണ്, കോൺഗ്രസിൻ്റെ സംബന്ധിച്ച് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. അതുകൊണ്ട് വോട്ട് മാറുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ BJPക്ക് അത് ഗുണം ചെയ്യും. മത്സരിക്കുന്ന സ്ഥിതിക്ക് ഞാനതാ പറയുന്നത്, മത്സരിക്കാതിരിക്കുന്നതായിരുന്നു BJPക്ക് നല്ലത്. രാജീവിന് മത്സരിച്ചില്ലെങ്കിൽ പറയാൻ പറ്റുന്ന സ്റ്റാൻഡായിരുന്നു, ഞങ്ങൾക്ക് ധാർമ്മികതയാണ് പ്രധാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അധാർമികമായിട്ടുള്ള ഇലക്ഷനാണ്, ജനങ്ങളെ മേൽ കെട്ടിവെച്ചിട്ടുള്ളൊരു ബേർഡനാണ്. എത്ര കാശ് ചിലവാക്കണം, എത്ര ആളുകളുടെ അധ്വാനം. അപ്പോൾ അങ്ങനെ അധാർമികമായി ഇലക്ഷൻ്റെ ഭാഗമായി നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് ഞങ്ങളുടെ സ്റ്റാൻഡാന്ന് പറഞ്ഞാൽ രാജീവിനെ പറയാൻ മടിയുണ്ടാവില്ലായിരുന്നു.
പാർട്ടി തീരുമാനിച്ച രാജീവ് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ രാജീവിന് ആ രീതിയിൽ ഇപ്പോൾ പിണറായി വിജയനൊക്കെ പോലെ പാർട്ടിയിൽ ഹോൾഡ് ഉണ്ടാക്കണം. അതേ ഹോൾഡ് ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ. പിന്നെ ആക്കിയവരെല്ലാം കൂടി അദ്ദേഹത്തിനായിട്ട് വിമർശിക്കാൻ നോക്കും. ഇപ്പം തന്നെ 5 സ്റ്റാർ 7 സ്റ്റാറിലെ താമസിക്കുന്നതിനോടൊന്നും ഞാൻ മനസ്സിലാക്കി കേരളത്തിൽ ഒരു 7 സ്റ്റാർ ഹോട്ടൽ പോലും ഇല്ല. രാജീവിനെ പറ്റി പറയുന്നത് 7 സ്റ്റാറിലെ താമസിക്കുള്ളൂ, 5 സ്റ്റാർ ഹോട്ടലിലാണ് താമസം. ഞാൻ മനസ്സിലാക്കിയ തിരുവനന്തപുരത്ത് 5 സ്റ്റാർ ഹോട്ടലല്ല അദ്ദേഹം താമസം. അദ്ദേഹം സാധാരണ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫ്ലാറ്റിലാണ് താമസം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പം കഥ വന്നുണ്ടാക്കുന്നത്. അല്ലെ, BJP ഇത്തവണ വോട്ട് വിഹിതം അവിടെ നിലമ്പൂരിൽ വർദ്ധിപ്പിച്ചാൽ അത് ഒരുപക്ഷെ ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് കിട്ടിയ വോട്ടായിട്ട് കണക്കാക്കി അത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് അവർക്കൊരാക്കം കൂട്ടും. വോട്ട് വർദ്ധിപ്പിച്ചാൽ അത് ഗുണം ചെയ്യും. വോട്ട് വർദ്ധിപ്പിച്ച് എസ്പെഷ്യലി ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ വോട്ട് വർദ്ധിച്ച് കഴിഞ്ഞാൽ മറ്റു മേഖലയിൽ അത് സ്വാധീനം ചെയ്യും. കാരണം ഈ മലബാറിലുള്ള ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ മലബാറുകാരല്ല, അവർ സെൻട്രൽ ട്രാവൻകൂർ കുടിയേറിയാണ്. നിങ്ങളെ പത്തനംതിട്ട, അതെ, തിരുവല്ല, ഇടുക്കി, കോട്ടയം, എറണാകുളത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഇവിടുന്ന് കുടിയേറിയ ആളുകളാണ് മലബാറിലുള്ള ക്രിസ്ത്യാനികൾ. ഇൻക്ലൂഡിങ് തൃശ്ശൂരിലുള്ള ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ ശക്തൻ തമ്പുരാൻ എല്ലാ വിഭാഗം ശക്തൻ തമ്പുരാൻ കച്ചവടത്തിന് വേണ്ടി ഒരു കച്ചവടക്കാരാണല്ലോ, അവിടെ കൊണ്ടുവച്ച് താമസിപ്പിച്ച ആളുകളാണ്. ഇവിടെയൊക്കെ റൂട്ട് കിടക്കുന്ന ആ സെൻട്രൽ ട്രാവൻകൂർ ബെൽറ്റിലാണ്. കൊല്ലം വരെയുണ്ട് ബെൽറ്റ്, കൊല്ലം വരെയുണ്ടത്. അപ്പം അവിടെ ഒരു കാറ്റുണ്ടായാൽ അതിൻ്റെ സ്വാധീനം ഇവിടെ ഉണ്ടാവും. ഇവരുടെ കുടുംബങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ സെൻട്രൽ ട്രാവൻകൂറിൽ. അപ്പോൾ അങ്ങനെ ഒരു ഗുണം BJP സെൻട്രൽ ട്രാവൻകൂറുണ്ടാവും. BJPക്ക് അല്ലെങ്കിൽ ഏറ്റവും വളക്കൂറുള്ള മണ്ണ് സെൻട്രൽ ട്രാവൻകൂർ. സെൻട്രൽ ട്രാവൻകൂർ ബേസിക്കലി ആപൊളിറ്റിക്കലാണ്. അങ്ങനെ വലിയ പൊളിറ്റിക്സ് ഒന്നുമില്ല. അങ്ങനെയല്ലേ PC തോമസ് മുമ്പ് NDA-കാരനായി ഗുജറാത്ത് കലാപം കഴിഞ്ഞ ഉടനെ ജയിക്കില്ലായിരുന്നല്ലോ. അവർ ആപൊളിറ്റിക്കലാണ്. അവരൊന്ന് ജാതിയും മതമൊക്കെ നോക്കും, അതൊരു ഘടകമാണ്. ജാതി ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് സെൻട്രൽ ട്രാവൻകൂർ. SNDPക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ NSS വേണ്ടി ആളുകൾ മരിക്കാൻ തയ്യാറാവുന്ന സ്ഥലമാണ് സെൻട്രൽ ട്രാവൻകൂർ. സഭകൾക്ക് വേണ്ടി, സഭകളുടെ പേര് ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ടുന്ന സ്ഥലമാണ് യാക്കോബായ ഓർത്തഡോക്സ്. അങ്ങനെ ഒരു പ്രദേശമാണ്. രണ്ടാളുകൾ എഡ്യൂക്കേറ്റഡാണ്, നല്ല എഡ്യൂക്കേറ്റഡാണ്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അണ്ടവൻ പറയുന്ന എന്തെങ്കിലും ബടായും കേട്ട് അവന് കൊടി പിടിക്കാൻ ഇവരെ കിട്ടിയല്ല. അവരാലോചിച്ചിട്ടൊക്കെ വോട്ട് ചെയ്യുള്ളൂ സെൻട്രൽ ട്രാവൻകൂർ. അതുകൊണ്ടാണ് അവർ കേരളം മൊത്തം കമ്മ്യൂണിസ്റ്റുകാർ കുത്തിയെടുത്തപ്പോൾ അവർ കോൺഗ്രസ്സുകാരുടെ കൂടെ വന്നു. അപ്പോൾ അവർ നമ്മൾ കോൺഗ്രസ്സുകാരെ കൊണ്ടാണ് അവർ ഗുണം. അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ആളുകൾ നല്ല രീതിയിൽ സംസാരിക്കും. NSSൻ്റെ SNDPയുടെയും പിന്നെ അതുപോലെ തന്നെ സഭകളുടെയും ആസ്ഥാനത്ത് പോയിട്ട് അവരുടെ ലീഡർമാരോട് വളരെ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് സംസാരിക്കും, കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ അവർക്ക് ഈ പറയുന്ന മത്സരം പിടിച്ച് നടക്കുന്നവനെ ആവശ്യമുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ മാറിയെന്ന് വെച്ചാൽ കോൺഗ്രസ്സിലൊരു മുസ്ലിം ലീഗ് ഇസ്ലാമിസ്റ്റുകളുടെ സ്വാധീനം കൂടുന്നു എന്നുള്ള തോന്നൽ സെൻട്രൽ ട്രാവൻകൂർക്ക് വന്നതിൻ്റെ ഫലമാണ് ഇന്നത്തെ UDF ഇപ്പം പുറത്തിരിക്കേണ്ടി വന്നത്. അത് അന്നേ 5ാം മന്ത്രി വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഈ സെൻട്രൽ ട്രാവൻകൂറുകാരോട് കളിക്കരുത്, അവർ മലബാർ മണ്ടന്മാരൊന്നല്ല. മലബാർ മണ്ടന്മാരെന്നല്ല പറഞ്ഞത്, പക്ഷേ കുറച്ചുകൂടി ഒരു പൊളിറ്റിക്സ് ഒക്കെ ഉള്ള ആളുകളാണ്. അത് പൊളിറ്റിക്സ് ഉണ്ടായിരുന്ന പണ്ടത്തെ കാലഘട്ടത്തില്ല. ഇപ്പം പൊളിറ്റിക്സ് ഇല്ല ആളുകൾക്ക്. ഇപ്പം ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേ ഉള്ളൂ. ഒരു പാർട്ടി ചെയ്താൽ അത് ശരി, എന്ത് ചെയ്താലും ശരിയാവുന്നതാണ് പൊളിറ്റിക്സ്. ഇഷ്യൂ ബേസ്ഡ് ആകുമ്പോൾ അങ്ങനെയല്ല. ഒരു പാർട്ടീൻ്റെ ആണെങ്കിലും ഓക്കെ, നിങ്ങൾ ഈ മലിനീകരണത്തെ പറ്റി പറയുന്നു, അത് നല്ല കാര്യമാണ്. അതേസമയം തന്നെ നിങ്ങൾ മദ്യം ഷാപ്പുകൾ കൂടുതൽ അനുവദിക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. മറ്റേതല്ല, ഒരു പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് എന്താണ്, നമ്മളെ പാർട്ടി മദ്യം അനുവദിച്ചാൽ ശരിയാണ്, മദ്യം നിരോധിച്ചാൽ തെറ്റാണ്. നമ്മളെ പാർട്ടി പൊല്യൂഷൻ ഉണ്ടാക്കിയ നല്ല പൊല്യൂഷനാണ്, വേറെ പൊല്യൂഷൻ ഉണ്ടാക്കിയ മോശം പൊല്യൂഷനാണ്. സെൻട്രൽ ട്രാവൻകൂർ അതില്ല. അപ്പോൾ കേരള രാഷ്ട്രീയത്തെ എല്ലാ കാലത്തും വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവന്ന സെൻട്രൽ ട്രാവൻകൂറാണ്. അതായത് മലബാർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും, തിരുവിതാംകൂർ ഏതാണ്ട് കോൺഗ്രസിൻ്റെ കൂടെയാണ്, പൊതുവെ ഒരു മനസ്സ് കോൺഗ്രസിൻ്റെ കൂടെയാണ്. ഈ സെൻട്രൽ ട്രാവൻകൂർ മേഖലയിലാണ് കേരള കോൺഗ്രസ് വരുന്നത്. അതോടുകൂടി കോയലീഷൻ പൊളിറ്റിക്സ്, അത് കേരളത്തിൻ്റെ മുഖച്ഛായ ഇന്ത്യയുടെ തന്നെ മുഖമായി മാറിയ കോയലീഷൻ പൊളിറ്റിക്സ് മധ്യ തിരുവിതാംകൂർ എന്ന് വെച്ചാൽ മധ്യ തിരുവിതാംകൂറിലെ നായന്മാരും അച്ചായന്മാരും കൂടി കൊണ്ടുവന്നതാണ്. അങ്ങനെ അതിന് പ്രധാനപ്പെട്ട അവർ എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല ലോകവീരുള്ള ആളുകളാണ്. അവർ തങ്ങളെ പറ്റി അറിയാം. ഈ കള്ളന്മാരെ എളുപ്പം കണ്ടുപിടിക്കാനും പറ്റും. ഇപ്പോൾ അതുകൊണ്ട് അവിടെ BJP ഇത് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ BJP ചിത്രത്തിൽ തെളിഞ്ഞതോടുകൂടി ഇപ്പോൾ അൻവറും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ചതുഷ്കോണ മത്സരത്തിലേക്കാണ് പിന്നെ നിലമ്പൂർ പോകുന്നത്. അതെ അതെ. ഇപ്പോൾ നിലമ്പൂർ നിങ്ങൾ കാണുന്നതിനെക്കാട്ടും കൂടുതൽ അന്തർനാടകങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് നിലമ്പൂർ നിങ്ങൾ എന്ത് പ്രചരണം നടത്തിയാലും അത് കൃത്യമാണെന്നില്ല. അന്തർനാടകങ്ങളുടെ ഈറ്റില്ലമായാണ് നിലമ്പൂർ മാറിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന ഒന്നുമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.